H1B വിസ സംബന്ധിച്ച് വലിയ ആശങ്കയായിരുന്നു കഴിഞ്ഞ ദിവസം നമുക്കുണ്ടായിരുന്നത്. ഇത് എങ്ങനെയാണ് പ്രാവർത്തികമാകാൻ പോകുന്നത്? ഇനി ഓരോ വർഷവും ഇത്രയും അധികം പണം ചെലവഴിക്കേണ്ടി വരുമോ? അങ്ങനെ തുടങ്ങി $1,00,000 എന്ന ആ സാമ്പത്തിക ബാധ്യത അതെങ്ങനെയൊക്കെ ഇടുത്തിയായി ഭവിക്കും എന്നത് വലിയ ആശങ്കയാണെങ്കിൽ അമേരിക്ക അതിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. നിലവിലുള്ളവരെ ബാധിക്കില്ല ഈ H1B വിസ ഫീസ് ഉയർത്തിയ നടപടി എന്നത് അമേരിക്ക വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, ഇനി പുതുതായി വിസ എടുക്കുന്നവരെ മാത്രമേ ഇത് ബാധിക്കൂ. വാർഷികമല്ല, ഒറ്റത്തവണയാണ് ഈ തുക അടയ്ക്കേണ്ടി വരിക. $1,00,000 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 88 ലക്ഷം രൂപ ഇന്ത്യൻ മണിയാണ് ഈ ഫീസ് പുതുക്കലിന് ആവശ്യമായി വരുന്നത്. അപ്പോൾ അത്രയും വലിയ ഒരു ഫീസ് വർധന അത് ഇന്ത്യൻ ടെക്കികളെ വലിയ രീതിയിൽ ബാധിക്കും എന്ന ആശങ്ക ശക്തമായിരുന്നു. വലിയ പരിഭ്രാന്തി ഉണ്ടാക്കിയിരുന്നു. ഒഴിവിൽ നാട്ടിലൊക്കെ വന്നവർ അവരുടെ കമ്പനികൾ തിരിച്ചു വിളിച്ചതിനെ തുടർന്ന് മറ്റ് പരിപാടികളൊക്കെ റദ്ദാക്കിക്കൊണ്ടാണ് അമേരിക്കയിൽ തിരിച്ചെത്തുന്ന സാഹചര്യമൊക്കെ സൃഷ്ടിക്കപ്പെട്ടത്. എന്തായാലും ഈ വ്യക്തത എന്താണ് H1B വിസ പുതുക്കിയ ഫീസ് എന്നത് സംബന്ധിച്ച് വ്യക്തത അമേരിക്ക വരുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ആശങ്കകൾ ഒഴിയുന്നില്ല എന്നതാണ് സാഹചര്യം. കാരണം ഈ ഉയർന്ന ഫീസ് ഈടാക്കുന്നത് ഒറ്റത്തവണയാണ് എന്ന് പറയുമ്പോൾ പോലും ഇന്ത്യൻ ടെക്കികളുടേതുൾപ്പെടെയുള്ള സാധ്യതകളെ അത് വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഒരു ഭീഷണിയായി തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ ട്രംപിന്റെ തീരുവ യുദ്ധത്തിന് ശേഷം ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന അതിലും മൂർച്ചയേറിയ ആയുധമാണ് ഇന്ത്യക്ക് മേൽ H1B വിസ ഫീസ് എന്ന് തന്നെ പറയാം. കാരണം ഈ H1B വിസ ഉപയോഗപ്പെടുത്തുന്നവരിൽ 71% ഇന്ത്യക്കാരാണ്. കഴിഞ്ഞ വർഷത്തെ കണക്ക് 2024 കണക്ക് നോക്കിയാൽ 71% പേരും ഈ വിസ ഉപയോഗപ്പെടുത്തി അവിടെ ജോലി ചെയ്യുന്ന, അവിടെ സ്ഥിരതാമസമാക്കിയിട്ടുള്ള മനുഷ്യർ എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ്. അത് 71% വരും. അപ്പോൾ അതിന്റെ ആശങ്ക മുഴുവൻ ഇന്ത്യൻ ടെക്കികളെയാണ് ബാധിക്കുന്നത്. ഈ കമ്പ്യൂട്ടർ അധിഷ്ഠിത മേഖലയിൽ ജോലി ചെയ്യുന്ന വിദഗ്ധരായ തൊഴിലാളികളെയാണ് ബാധിക്കുന്നത്. ആ ആശങ്ക ഒഴിഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിലും എന്നതാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. സെപ്റ്റംബർ 21 മുൻപ് സമർപ്പിച്ച അപേക്ഷകൾക്കും $1,00,000 ഈടാക്കില്ല എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. പുതുതായി അപേക്ഷിക്കുന്നവർക്ക് മാത്രമായിരിക്കും ഫീസ് ഇനി മുതൽ ഒടുക്കേണ്ടി വരിക എന്നതൊക്കെയുള്ള വ്യക്തതയാണ് വന്നിരിക്കുന്നത്. ടെക് രംഗത്തെയാണ് ഇത് പിടിച്ചുലയ്ക്കുന്നത്. നമ്മളുടെ ഓഹരി വിപണിയിൽ ഉൾപ്പെടെ അതിൻ്റെ ചാഞ്ചാട്ടങ്ങൾ ഇന്നത്തെ ദിവസം വളരെ വ്യക്തമായി തന്നെ അനുഭവിച്ചതുമാണ്. 2024 3,99,395 H1B വിസകളാണ് അനുവദിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ 71% ഇന്ത്യക്കാർക്ക് വേണ്ടിയായിരുന്നു നൽകിയിരുന്നത് എന്നതൊരു സാഹചര്യമാണ്. ഇപ്പോൾ H1B വിസ പുതുക്കാൻ സാധിക്കും എന്നതാണ് വ്യവസ്ഥ എന്ന് അമേരിക്ക വ്യക്തമാക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ഗ്രീൻ കാർഡിന് വേണ്ടി ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർ വർഷങ്ങൾ ഇന്ത്യയിൽ നിന്ന് പുതിയ ജോലിക്കാരെ കൊണ്ടുപോകുന്നതിലും കുറവ് വരുത്തും. കാരണം നമുക്കറിയാം ഈ വിസ പുതുക്കാനുള്ള തുക ഒരു $1,00,000 എന്നതാണ്. അപ്പോൾ $80 ലക്ഷം ഒരു ജീവനക്കാരനെ ഒരു കമ്പനി എടുക്കാൻ തീരുമാനിച്ചാൽ ആ കമ്പനിക്ക് $1,00,000 അധികം ചെലവാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ $1,80,000 അവർ ചെലവാക്കേണ്ടി വരുന്നു ഒരു ഇന്ത്യൻ സാങ്കേതിക വിദഗ്ധനായ ഒരു തൊഴിലാളിയെ അവരുടെ കമ്പനിയിൽ എടുക്കണമെങ്കിൽ. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ അവർക്ക് $1,20,000 അല്ലെങ്കിൽ $1,00,000 ചെലവിൽ തദ്ദേശീയനായ ഒരു വിദഗ്ധനെ ആ ജോലിയിൽ നിയമിക്കാൻ അവർ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അങ്ങനെ ഇന്ത്യക്കാരുടെ അവസരങ്ങൾ ഇല്ലായ്മ ചെയ്യാനാണ് പ്രധാനമായും ഈ സാഹചര്യം വഴിവെക്കുക എന്നതാണ് ഇന്ത്യൻ ടെക്കുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയായി നിൽക്കുന്നത്. ഈ ആമസോണും മൈക്രോസോഫ്റ്റ് തുടങ്ങിയ വൻകിട ടെക് കമ്പനികളാണ് ജീവനക്കാരോട് പെട്ടെന്ന് തന്നെ തിരിച്ചെത്താൻ ആവശ്യപ്പെട്ടിരുന്നത്. അത് വലിയ ആശങ്കയുടെ സാഹചര്യമാണ് സൃഷ്ടിച്ചിരുന്നതെങ്കിലും അത്രത്തോളം ഇല്ലെങ്കിൽ പോലും ഇപ്പോഴും ആ ആശങ്കകൾ കുറയുന്നില്ല. പുതുതായി അവിടേക്ക് എത്താൻ ആഗ്രഹിച്ചിരുന്നവർ, അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നവരുടെയൊക്കെ സാധ്യതകളെ ഇല്ലായ്മ ചെയ്യും വിധം ഈ ഭീഷണി ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ഇതിൽ ശക്തമായ ഒരു പ്രതികരണമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. H1B വിസ വിഷയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാർ പഠിക്കുന്നു എന്നതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഈ നടപടി എങ്ങനെ നമ്മളെ ബാധിക്കും എന്നത് പഠിക്കുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. കണ്ടുപിടുത്തങ്ങളിലും സർഗാത്മകതയിലും ഇന്ത്യയിലെയും US-ലെയും വ്യവസായങ്ങൾക്ക് വലിയ പങ്കാണ് ഉള്ളത്. അതിനാൽ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും മികച്ച മാർഗം കണ്ടെത്താൻ ഇരുകൂട്ടരും ചർച്ച നടത്തുമെന്ന് ഇന്ത്യ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കുറിപ്പിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. US നടപടി കുടുംബങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ കാരണം
മാനുഷികപരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യവും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഈ ബുദ്ധിമുട്ടുകൾക്ക് US അധികൃതർ പരിഹാരം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഒരു പ്രതീക്ഷയോടുകൂടി കാണുന്നു, അത് പരിഹരിക്കപ്പെടും എന്ന പ്രതീക്ഷയാണ്. അതേസമയം അതിലുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടുക കൂടി ചെയ്യുന്നതാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആ കുറിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഇന്ത്യക്ക് മാത്രമല്ല, അമേരിക്കയ്ക്കും പണിയാകും ട്രംപിന്റെ ഈ ഇപ്പോഴത്തെ നീക്കം എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നമുക്കറിയാം, താരിഫ് ഉയർത്തിക്കൊണ്ട് അമേരിക്ക ഇന്ത്യക്കെതിരെ ഒരു യുദ്ധ പ്രഖ്യാപനമാണ് നടത്തിയത്. അതിൽ നിന്ന് പിന്നീട് അമേരിക്കയ്ക്ക് തന്നെ പിന്നോട്ട് പോകേണ്ടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. അവർ തന്നെ ചർച്ചയ്ക്ക് മുന്നോട്ട് വരുന്നത് നമ്മൾ കണ്ടതാണ്. അത് ഈ തീരുമാനം തങ്ങൾക്കുണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് അമേരിക്ക അത്തരം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. പീയൂഷ് ഗോയൽ ഇപ്പോൾ അമേരിക്കയിലേക്ക് പോവുകയാണ്. നാളെ വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. വലിയ ഭീഷണിയായി തീരുവ, ഏറ്റവും ഉയർന്ന തീരുവ ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ഇന്ത്യ വളരെ പക്വമായാണ് അതിനോട് പ്രതികരിച്ചത്. അമിത ആശങ്കകൾ പ്രകടിപ്പിച്ചില്ല. ആ പ്രതിസന്ധിയെ മറികടക്കാനുള്ള നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സമാനമാണ് H1B വിസ. അത് നമ്മളെ വലിയ രീതിയിൽ, ഒരുപക്ഷെ തിരുവേക്കാൾ കൂടുതൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ പക്വമായി തന്നെയാണ് വിഷയത്തോടും ഇന്ത്യ പ്രതികരിക്കുന്നത്. ഇതിൽ ഇന്ത്യക്ക് തിരിച്ചടി നൽകാൻ എന്ന് പറയുമ്പോൾ പോലും അമേരിക്കയ്ക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടും എന്നത് തന്നെയാണ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നതാണ് മോദിയുടെ മുദ്രാവാക്യം. അവിടെ തദ്ദേശീയരായവർക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഇത്തരം തീരുമാനങ്ങളിലൂടെ, ട്രംപിന്റെ മുദ്രാവാക്യം ട്രംപ് ഉദ്ദേശിക്കുന്നതും അവിടെ തദ്ദേശീയരായവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം നിലപാടുകൾക്കൊക്കെ ട്രംപ് ന്യായീകരണം കണ്ടെത്തുന്നത്. പക്ഷേ അങ്ങനെ ഉള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെങ്കിൽ പോലും മറ്റു ചില വെല്ലുവിളികൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. തദ്ദേശീയമായിട്ടുള്ള അവസരങ്ങൾ ഒരുപക്ഷെ സാങ്കേതികമായി വിദഗ്ധരെ ആവശ്യമുള്ള ഇടങ്ങളിൽ തദ്ദേശീയമായിട്ടുള്ള ലഭ്യമായിട്ടുള്ള വിദഗ്ധരെ കൊണ്ട് അത് മറികടക്കാൻ കഴിയാത്ത സാഹചര്യം കമ്പനികളെ സംബന്ധിച്ച് സൃഷ്ടിക്കപ്പെടും. അപ്പോൾ ഇന്ത്യയുടെ ഈ സാഹചര്യങ്ങൾ, ഇന്ത്യൻ ടെക് മേഖലയിൽ നിന്നുള്ള അതിവിദഗ്ധരായ തൊഴിലാളികളെ ആശ്രയിക്കേണ്ടി വരുന്നത് അമേരിക്കയിലെ തന്നെ കമ്പനികൾക്ക് അവരുടെ മുന്നോട്ടു പോക്കിന് അടിയന്തരമായി അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനമായി വേണ്ടിവരുന്ന സാഹചര്യം ആകും. ഈ സാഹചര്യത്തിൽ അവർക്ക് മറ്റ് ഓപ്ഷനുകൾ ഇല്ലാണ്ടാകും. അപ്പോൾ അമിതമായ ഈ ഫീസ് നൽകി അവർക്ക് ഇന്ത്യയിലെ വിദഗ്ധരായ ജീവനക്കാരെ കൊണ്ടുവരിക എന്നത് അവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമായി ഈ തീരുമാനത്തിനെതിരെ അവിടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ കമ്പനികൾ ചൂണ്ടിക്കാട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ കുറയും. അവിടെ വിദേശത്ത് പഠനം എന്നത് ലക്ഷ്യമാക്കി പോകുന്നവർ പഠനശേഷം അവിടെ ജോലി എന്നതുകൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നും മറ്റുമൊക്കെ അവിടുത്തെ സർവകലാശാലകളിലേക്ക് വിദ്യാർത്ഥികൾ എത്തുന്നത്. അവിടെ തുടരാനോ ജോലി ചെയ്യാനോ ഉള്ള സാധ്യതകൾ ഇല്ല എന്ന് വന്നാൽ അവിടെ എത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറയും. അത് സർവകലാശാലകളുടെ വരുമാനത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ സർവകലാശാലകളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. വിദഗ്ധരുടെ അഭാവമാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. അത് അത്തരം വിദഗ്ധരെ കിട്ടാനില്ല എങ്കിൽ അവർക്ക് എന്തായാലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് അവരുടെ സേവനം നേടേണ്ടി വരും. മാത്രവുമല്ല, ട്രംപ് ഇത്തരത്തിൽ പുനരാലോചനയില്ലാണ്ട് അല്ലെങ്കിൽ കൂടിയാലോചനകൾ ഇല്ലാണ്ട് എടുക്കുന്ന ഈ തീരുമാനങ്ങൾ, അതിനെതിരെ ആഭ്യന്തരമായി വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ട്രംപിന് ഇത്തരം തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള നിയമ പോരാട്ടങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. താരിഫ് വിഷയവുമായി ബന്ധപ്പെട്ടും കോടതികളിൽ വ്യവഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കീഴ്ക്കോടതിയിൽ ട്രംപിന് വലിയ രീതിയിൽ തിരിച്ചടിയേൽക്കുന്ന സാഹചര്യമുണ്ടായി. താരിഫ് വിഷയവുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ നിലപാടുകളിൽ മാറ്റമുണ്ടാകാനുള്ള ഒരു പ്രധാന കാരണവും അമേരിക്കയിലെ ഫെഡറൽ കോടതിയിൽ നിന്നേറ്റ തിരിച്ചടിയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടും അതുപോലെയുള്ള നിയമ പോരാട്ടങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ട്രംപിന് ഇത്തരം തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുണ്ടോ എന്ന കാര്യം ഇതിനോടകം തന്നെ രാഷ്ട്രീയ എതിരാളികൾ ചോദിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയവും കോടതി കയറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാത്രവുമല്ല, തീരുവ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ സാധ്യമായ മറ്റു രാഷ്ട്രങ്ങളുമായി കൈകോർക്കാനുള്ള ശ്രമം നടത്തിയത് നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രി ജപ്പാനിലേക്ക് പോകുന്നു. അവിടെ ചില നിർണായക
കരാറുകൾ ഒപ്പിടുന്നു. അതിനുശേഷം ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു. റഷ്യ, ചൈന, ഇന്ത്യ പ്രത്യേകമായ ഒരു സൗഹൃദം ഉടലെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത് ഈ പ്രതിസന്ധികൾ മറികടക്കാൻ പറ്റുന്ന തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സമാനമായ നിലയിൽ ഈ സാഹചര്യങ്ങളും ആ രീതിയിൽ തന്നെ മറികടക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അവസരം മുതലെടുക്കാൻ ചൈന രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുകയാണ്. അവർ ഒരു കെ വിസ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഈ അടുത്ത മാസം മുതൽ. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഒക്ടോബർ 1 മുതൽ നിലവിൽ വരുന്ന ഈ വിസ അത് വിദഗ്ധരായ തൊഴിലാളികളെ അവരുടെ നാട്ടിലേക്ക് ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. അമേരിക്കയുടെ H-1B വിസയ്ക്ക് തത്തുല്യമായ തരത്തിലുള്ള വിസയാണ് ചൈന ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഈ സാഹചര്യം മുതലെടുക്കാനുള്ള ചൈനയുടെ നീക്കമായാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ചൈനയുടെ പ്രീമിയർ ലീ ക്വിയാങ് ആണ് പുതിയ വിസ സംവിധാനം അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയത്. ഒക്ടോബർ 1 മുതൽ പുതിയ വിസ നിലവിൽ വരും എന്നതാണ് അറിയുന്നത്. നിലവിലുള്ള ഓർഡിനറി വിസയെക്കാളും മെച്ചമുള്ളതാണ് കെ വിസ. രാജ്യത്തേക്കുള്ള പ്രവേശനം, ഒപ്പം തന്നെ വാലിഡിറ്റി, താമസത്തിന്റെ ദൈർഘ്യം എന്നിവയെല്ലാം കെ വിസയിൽ ചൈനീസ് സർക്കാർ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. കെ വിസയിൽ ചൈനയിലെത്തുന്നവർ വിദ്യാഭ്യാസവും സംസ്കാരം, സയൻസ്, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെല്ലാം പ്രവർത്തിക്കാനുള്ള സാഹചര്യം അവർക്ക് സൃഷ്ടിക്കപ്പെടും. രാജ്യത്ത് യുവപ്രതിഭകളുടെ സേവനം ആവശ്യമുണ്ട് ചൈനയെ സംബന്ധിച്ച്. അപ്പോൾ അതിനുവേണ്ടി ഈ അവസരം പ്രയോജനപ്പെടുത്തുക, കൂടുതൽ വിദഗ്ധരായ ആളുകളെ ആകർഷിക്കുക എന്നതാണ് ചൈന ലക്ഷ്യമിടുന്നത്. അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉയർത്തും. അപ്പോൾ ഇതാണ് സാഹചര്യമെങ്കിൽ എന്താണ് അമേരിക്ക ഉയർത്തുന്ന തീരുവയ്ക്ക് പിന്നാലെ ഇപ്പോൾ ഉയർത്തുന്ന H-1B വിസ? ഇത് കാലാകാലങ്ങളിൽ H-1B വിസയുമായി ബന്ധപ്പെട്ട് പല വെല്ലുവിളികളും ഉയർത്തിയിട്ടുണ്ട്. എന്താണ് ഇതിനുള്ളൊരു പരിഹാരം എന്ന ചോദ്യമുണ്ട്. അപ്പോൾ ശാശ്വതമായ പരിഹാരം എന്നത് ഇന്ത്യ സ്വയം പര്യാപ്തമാവുക എന്നതാണ്. US തീരുമാനത്തെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ പറഞ്ഞത്, നമുക്ക് അങ്ങനെ പ്രഖ്യാപിത ശത്രുക്കളൊന്നുമില്ല. നമ്മളുടെ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഈ ആശ്രയത്വമാണ്. നമ്മൾ സ്വയം പര്യാപ്തരായാൽ നമ്മളുടെ പ്രശ്നങ്ങൾ പകുതി തീർന്നു, അല്ലെങ്കിൽ പൂർണ്ണമായും കഴിഞ്ഞു എന്നതാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത്. അത് ട്രംപ് ഉയർത്തുന്ന ഈ ഭീഷണിക്കുള്ള ഒരു പരോക്ഷ മറുപടിയായി തന്നെ നമ്മൾ കാണണം. അപ്പോൾ നമ്മൾ സ്വയം പര്യാപ്തരാവുക എന്നതാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്ന പരിഹാരം. അതിനപ്പുറം നമുക്ക് ഇപ്പോൾ തിരിച്ചു വരുന്ന ജീവനക്കാരെ സംബന്ധിച്ച് അവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാം. അവർക്ക് ഇവിടെ കൂടുതൽ തൊഴിൽ സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ടാക്കാം. ഒപ്പം തന്നെ മറ്റു രാഷ്ട്രങ്ങൾ, അത് മറ്റ് ഏഷ്യൻ രാഷ്ട്രങ്ങളായിട്ടായാലും യൂറോപ്യൻ രാഷ്ട്രങ്ങളുമായിട്ടും ആയാലും ഒക്കെയുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ തൊഴിൽ സാധ്യതകൾ അവിടെ തേടാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളും സാധ്യതകളും പരിശോധിക്കാം. അതിന് പുതിയ കരാറുകളും മറ്റുമൊക്കെ സാധ്യമാവുമെങ്കിൽ ആ രീതിയിലൊക്കെ ചർച്ചകൾ നടത്താം. അതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രശ്നപരിഹാരം. പക്ഷേ ശാശ്വതമായ പരിഹാരം എന്നത് പറയുന്നത് സ്വയം പര്യാപ്തതയാണ്. പ്രധാനമന്ത്രി തന്നെ അത് സൂചിപ്പിച്ചതാണ്. അതിലേക്കാകണം, ആ സ്വാശ്രയത്വത്തിലേക്കാകണം നമ്മളുടെ പോക്ക് എന്നത് പ്രധാനമന്ത്രി സൂചിപ്പിച്ചതാണ്. അതാണ് അടിക്കടി ഉണ്ടാകുന്ന ഈ ട്രംപിനെ പോലെയുള്ളവർ ഉയർത്തുന്ന ഈ ഭീഷണിക്കുള്ള യഥാർത്ഥ പരിഹാരം. നമ്മൾ മറ്റ് രാഷ്ട്രങ്ങളെ കണ്ട് അല്ലെങ്കിൽ അവരുടെ തോളിലേറിയല്ല സഞ്ചരിക്കേണ്ടത്. നമുക്ക് നമ്മളുടേതായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയണം. നമുക്ക് ആശ്രയത്വമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയണമെന്നതാണ് യഥാർത്ഥത്തിൽ ഇതിനുള്ള പരിഹാരം. മറ്റ് ശാശ്വതമല്ലാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് നമ്മുടെ സർക്കാർ ഉടൻ തന്നെ കടക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. അത് മറ്റു രാഷ്ട്രങ്ങളുമായി ബന്ധം വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ അവിടെ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കപ്പെടുകയും നമ്മളുടെ മൈഗ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ജോലിക്കായി പുറം രാഷ്ട്രങ്ങളെ ആശ്രയിക്കുന്നവർക്ക് അവിടെ സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്നതാണ്. അതിനൊപ്പം തന്നെ നമ്മൾ സ്വയം പര്യാപ്തരാകാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഈ പ്രശ്നത്തിനുള്ള